ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അയൽ രാജ്യമെന്ന നിലയിൽ മാൽദീവ്സിനോട് എല്ലായ്പ്പോഴും ഉത്തരവാദിത്തം നിറവേറ്റുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഭാവി വെല്ലുവിളികൾ നേരിടാൻ നവീനവും നൂതനവുമായ സാങ്കേതിക വികസനം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2030 കപ്പൽ നിർമ്മാണത്തിൽ ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിഖ്യാത നടൻ മിഥുൻ ചക്രവർത്തിക്ക് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടിയും മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനനും മാനസി പരേഖും ഏറ്റുവാങ്ങും. മലയാളത്തിൽ നിന്നുള്ള ആട്ടമാണ് 2022 മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹരിയാന ജമ്മുകശ്മീർ നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 8 മണിയോടെ വോട്ടെണ്ണൽ തുടങ്ങും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 10 മണിയോടെ രണ്ടിടങ്ങളിലും ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷ. വിശദാംശങ്ങളിലേക്ക്. BJP നേതൃത്വം നൽകുന്ന NDAയും INDA സഖ്യവും ജയപ്രതീക്ഷയിലാണ്. 2 സംസ്ഥാനങ്ങളിലും 90 വീതം നിയമസഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഒറ്റഘട്ടമായി നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പിൽ 67.9% പോളിംഗും 3 ഘട്ടമായി നടന്ന ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിൽ 63.45% പോളിംഗും രേഖപ്പെടുത്തി. 10 വർഷത്തിന് ശേഷം നടന്ന ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പ് തികച്ചും സമാധാനപരമായിരുന്നു. ജമ്മുകാശ്മീരിൽ 873 സ്ഥാനാർത്ഥികളുടെ വിധിയാണ് ഇന്ന് നിർണ്ണയിക്കുക. 28 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ വോട്ടെണ്ണലിനായി 22 ജില്ലകളിലായി 90 കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 1031 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റായ www.eci.gov.in വഴി തത്സമയ വിവരങ്ങൾ അറിയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ഇന്നലെ മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപക്കമാദ്യം വിഷൻ സാഗർ നയങ്ങളിൽ മാലദ്വീപ് സുപ്രധാന പങ്കാളിയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബഹുമുഖമായ ഇന്ത്യ മാലദ്വീപ് ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു രാഷ്ട്ര നേതാക്കളും ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ചു. ഇന്നലെ അംഗീകരിച്ച വിഷൻ ഡോക്യുമെന്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ശ്രീ ധൻകറും ഡോക്ടർ മുയിസുവും പറഞ്ഞു. മാൽദീവ്സിന് $400 ദശലക്ഷം ധനസഹായവും 3000 കോടി രൂപയുടെ കറൻസി കൈമാറ്റ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. മാൽദീവ്സ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിനാണ് സഹായം. അയൽ രാജ്യം എന്ന നിലയിൽ മാൽദീവ്സിനോട് എല്ലായ്പ്പോഴും ഉത്തരവാദിത്തം നിറവേറ്റുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രതിരോധ രംഗത്തെ ഭാവി വെല്ലുവിളികൾ നേരിടാൻ നവീനവും നൂതനവുമായ സാങ്കേതിക വികസനം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ ഡിഫൻസ് കണക്ട് 4.0 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ മേഖല എന്ന ലക്ഷ്യം കൈവരിക്കാൻ പൊതു സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ പങ്കാളികളെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സുപ്രധാന വേദിയാണ് ഡിഫൻസ് കണക്ട് എന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. 2030 കപ്പൽ നിർമ്മാണത്തിൽ ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2047 മികച്ച 5 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറും. ജർമ്മനിയിലെ ഹാംബർഗ് സുസ്ഥിരതാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ മന്ത്രി പുനരുപയോഗ ഊർജ്ജത്തിലും ഹരിത ഷിപ്പിംഗിലും ഇന്ത്യയുടെ പുരോഗതി എടുത്തു പറഞ്ഞു. ഭരണതലപ്പത്ത് 23 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ആശംസാ സന്ദേശം അയച്ചവർക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2001 ഒക്ടോബർ 7-നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റത്. 2014 അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമ്പത്തിക വളർച്ച, സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ, സ്ത്രീ ശാക്തീകരണം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനം തുടങ്ങി രാജ്യം അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ വെല്ലുവിളികൾ കഴിഞ്ഞ ദശകത്തിൽ അഭിസംബോധന ചെയ്യാനായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
വർദ്ധിച്ചുവരുന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ട സാഹചര്യത്തിലും ഇന്ത്യ എണ്ണക്ഷാമം നേരിടുന്നില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷയിൽ ഏതു പ്രതിസന്ധിയും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. Today there is more oil available in the world than there is consumption. In the short to medium term, I don't see any shortage of oil in the world. The rest, we have now buying from 39 sources. Earlier we were buying from 27. There is enough oil available and we have enough choices to exercise. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മുംബൈയിലെ കാന്തിവാലിയിൽ നൈപുണ്യ വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവ സഹകരിച്ചാണ് കേന്ദ്രം സ്ഥാപിച്ചത്. 100,000-ലധികം പേർക്ക് പരിശീലനം നൽകുന്നതിലൂടെ വിദഗ്ധ തൊഴിലാളികളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഹരിക്കാനാകുമെന്ന് ചടങ്ങിൽ സംസാരിച്ച ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് വ്യോമസേനാ ദിനം. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിലുള്ള മെഗാ വായുവീർ വിജേത കാർ റാലിക്ക് ലഡാക്കിലെ തോയ്സിൽ ഇന്ന് തുടക്കമാകും. സേനയുടെ 92ാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ചാണ് 7000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാർ റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 29-ന് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് റാലി സമാപിക്കുക. കേരള നിയമസഭയിൽ ഇന്ന് വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തും. കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ലഭ്യമാക്കിയിട്ടും എയിംസ് അനുവദിക്കാത്തത് സംബന്ധിച്ച് KM സച്ചിൻദേവ് MLA ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. 18 വരെ ചേരാനിരുന്ന സഭാ സമ്മേളനം 15ാം തീയതി വരെയാക്കി ചുരുക്കി. കാര്യോപദേശ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30-ന് ഷാർജയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. കോട്ടയം വഴിയുള്ള കൊല്ലം, എറണാകുളം സ്പെഷ്യൽ മെമു സർവീസിന് ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം സർവീസ് നടത്തുന്ന ട്രെയിൻ ശനിയും ഞായറും സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത പ്രദേശം കേന്ദ്ര സംഘം സന്ദർശിച്ചു. പദ്ധതിക്കായി സംസ്ഥാനം നടത്തിയ ഒരുക്കങ്ങളും സ്വീകരിച്ച നടപടികളും കേന്ദ്ര സംഘത്തിന് മുന്നിൽ കിൻഫ്ര പ്രതിനിധികൾ അവതരിപ്പിച്ചു. കൊല്ലം പുനരൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. പുനരൂരിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ്സിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും KSRTCയും അന്വേഷണം തുടങ്ങി. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ 7 സ്വർണം നേടി കണ്ണൂർ മുന്നിൽ. 4 സ്വർണം നേടി തിരുവനന്തപുരം 2ാം സ്ഥാനവും മലപ്പുറം 3ാം സ്ഥാനവുമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അയൽ രാജ്യം എന്ന നിലയിൽ മാൽദീവ്സിനോട് എല്ലായ്പ്പോഴും ഉത്തരവാദിത്തം നിറവേറ്റുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഭാവി വെല്ലുവിളികൾ നേരിടാൻ നവീനവും നൂതനവുമായ സാങ്കേതിക വികസനം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2030ഓടെ കപ്പൽ നിർമ്മാണത്തിൽ ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.